ബഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 12-ാം വാക്യം. നീ അവരോട് സംസാരിച്ച്, നിങ്ങൾ വൈകുന്നേരത്തെ മാംസം തിന്നും, പ്രഭാതകാലത്ത് അപ്പം കൊണ്ട് തൃപ്തരാകും, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് പറക എന്ന് കൽപ്പിച്ചു. പ്രിയമുള്ളവരെ, ഇസ്രായേൽ മക്കൾ ദൈവത്തിൽ വിശ്വസിച്ച് മിസ്രയീം ദേശത്തു നിന്ന് എല്ലാം വിട്ടിറങ്ങി. മോശ അവരെ നയിച്ചു, അഹരോൻ അവരെ നയിച്ചു. എന്നാൽ അവർക്ക് വേണ്ടുന്നതൊക്കെയും നൽകിയ ദൈവത്തെ, അവർക്ക് ഡെലിവറൻസ് നൽകിയ, വിടുതൽ നൽകിയ ദൈവത്തെ പലപ്പോഴും അവർ മറന്നു കളഞ്ഞു. മരുഭൂമിയിൽ വെച്ച് അവരുടെ പ്രയാസഘട്ടത്തിൽ അവർ ദൈവത്തോട് പിറുപിറുക്കുവാൻ ഇടയായി. ദൈവം നൽകിയതെല്ലാം അവർക്കറിയാം. ദൈവം അവരെ നടത്തിയ വഴികളും വിധങ്ങളും അറിയാം. അത്ഭുതകരമായിട്ട് ഇതുവരെയും നടത്തിയതറിയാം. എന്നാലും അവരുടെ ചില പ്രയാസങ്ങൾ, ആഹാരത്തിന് ക്ഷാമം നേരിട്ടപ്പോൾ അവരെ പിറുപിറുക്കാൻ തുടങ്ങി. അതായത് ദൈവത്തിന് ഇത് സാധിക്കുമോ എന്ന് സംശയിക്കുവാൻ തുടങ്ങി. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളോടും ദൈവം പറയുകയാണ്, ഞാൻ യഹോവയാവുന്നു എന്ന് നിങ്ങൾ അറിയും. നിങ്ങൾക്ക് വേണ്ടുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ പിറുപിറുക്കരുത്. നിങ്ങൾക്കത് ലഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ജീവനുള്ള ഏക ദൈവമാണ് ഞാൻ എന്ന് ദൈവം നമ്മളോട് ഇന്ന് വചനത്തിൽ കൂടി സംസാരിക്കുകയാണ്. ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഇന്ന് രാവിലെ വചനം കേൾക്കുന്ന നിന്റെ മക്കൾ ഭാരത്തോടെ നാളുകളായി പ്രാർത്ഥിച്ചിരുന്ന വിഷയത്തിൽ മനുഷ്യർ എന്നുള്ള നിലയിൽ അവർക്ക് നിരാശ ഉണ്ടായിട്ടുണ്ട്. അത് ക്ഷമിക്കണമേ. അവിടുന്ന് ദൈവമാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഗോഡ് ബ്ലെസ് യു. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി വരാം.